ഞാനെന്തെവിടെ? ഇതേത് രാജ്യം? ചോറുണ്ടിട്ട് സിനിമ കണ്ടു. ഇതെവിടെയത്? ഹിറ്റ്ലർ ഇല്ല. കിരീടം വച്ചു. ചോറുണ്ടു, സിനിമ കണ്ടു. ഇതേത് സ്ഥലം? മനോജേ, ഇതുപോരട്ടാ വലിയ ഇതില്ല. പിന്നെ ഇത്തിരി നോക്കട്ടെടാ. നീയേ നല്ല മാങ്ങാത്രം കഴിച്ചാ മതി. എന്നാലും ഇത്തിരി നോക്കട്ടെടാ. ഇവനെ കൊണ്ട് തിന്നി കുഴപ്പമില്ലല്ലോ, നൈസാണല്ലോ. അത് നീ നല്ല മാങ്ങ കഴിക്കാത്തോണ്ടാണ്. നമ്മ ഇപ്പൊ പോവാൻ പോണതിലത്തെ എന്തോരം മാങ്ങിണ്ടെന്ന് അറിയൂ? പ്രിയൂരി, ചപ്പിക്കുടിയൻ, സേലം, പച്ചമാങ്ങ എല്ലാം വാങ്ങിണ്ട്. പിന്നല്ലാണ്ട് നീ നടന്നേ. ടോമേ, നമുക്ക് സൈക്കിൾ ചവിട്ടിക്കൊണ്ടും പോയാ പോരെ? എടാ അതിലൊരു ത്രില്ലില്ല. നമ്മക്ക് ഇങ്ങനെ നടക്ക. എന്നാ നീ കുറച്ചേരം തള്ളു. എടാ അതിലും ഒരു ത്രില്ലില്ല. എനിക്കിങ്ങനെ കൈ വീശി നടക്കണം. ഓ, നല്ല അന്തസ്സുള്ള മൈനസ്. കളിയേക്കാമോ മൈനസ് ഒക്കെ വീഴും. ഞാൻ നല്ല അന്തസ്സുള്ള വൈറ്റങ്ങറും. അഹങ്കാരം മാർക്കട്ടെ. അഹങ്കാരല്ലത്, അത്യാഗ്രഹമാണ്. അഹങ്കാരല്ല, ഒരു അത്യാഗ്രഹമല്ല. ഇതിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാണിക്ക്. ഇങ്ങനെ ചെയ്ത് അങ്ങനെ പോക്കറ്റ് പോണത് ഇട് അതങ്ങ് മൂഞ്ചി കിട്ടി. കോൺഫിഡൻസിന്റെ നീ ആദ്യം ഒരു പോയിന്റ് എന്നിട്ടോക്ക. ഇവനോട് ഉണ്ടായിരിക്കും ബ്ലാക്ക് ആകാൻ പോയിട്ട് കളിക്കാറ്. മനോ വാട കളിക്കാടാ. ശിവനൊക്കെ ഏതാണ്? എടാ വേറൊരുത്തണ്ടായാലും ചൂടാവനെന്തേ? അവനവിടെ കാര്യമായിട്ട് ആരോടോ എന്തൊക്കെയോ പറഞ്ഞു കിട്ടുന്നുണ്ട്. ഇതാരെ വിളിച്ചോണ്ടിരിക്കണേ? ആരെ വിളിച്ചാൽ ഇതിന് മാത്രം പറയാൻ എന്തോമാർക്കുള്ളത്? അല്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നോക്കുമ്പോ അത് തെറ്റായിരിക്കും. പക്ഷെ നീ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി. ഹലോ ഹലോ, എന്തൊന്നും മിണ്ടാത്തെ? ചിന്തിക്കുവാണോ? അല്ല, പറഞ്ഞോ, കേക്കുന്നുണ്ട്. അല്ല, പറയാനുള്ളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനം നീയാ. ഒരുത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനമാണ് ഞാൻ ഇപ്പൊ ഈ അവസ്ഥയിലാവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ മനോജിന്റെ കാര്യത്തിൽ ഒരു ക്ലിയർ റെസ്പോൺസ് പറയാൻ എനിക്കിപ്പോ പറ്റില്ല. പിന്നെ ഈ കഴിഞ്ഞൊരു മാസമായിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. നീ എനിക്ക് കുറച്ചുകൂടെ സമയം എന്താ, ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, ആലോചിച്ചിട്ട് മതി. ആലോചിക്കണം. ഞാനും പറയുന്നത്. പിന്നെ എല്ലാരും കാണുന്ന പോലെ നീ മനോജിനെ കാണില്ലേട്ടാ. അവൻ നിന്റെ വയസ്സായനെ പോലെ നേരെ നടക്കണ കാര്യമാണ്. പിന്നെ മനോജ് നിന്റെ കാര്യത്തിൽ എത്രത്തോളം ശരിവനാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ അന്നത്തെ സംഭവം അതൊരു ചെറിയ സംഭവമല്ലേ? അതെങ്ങനെയാ ജൂഡിയ ചെറിയ സംഭവം? എനിക്കത് അത്ര ചെറിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. അല്ല, എന്താ മനോജ് നിന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എനിക്കെന്ത് ഉദ്ദേശം? പണ്ട് നീ നിന്റെ ഇഷ്ടവും പറഞ്ഞ എന്റെ പുറകെ നടന്നതൊക്കെ ഓക്കെ.
ഇപ്പൊ ഞാൻ വൈശാഖായിട്ട് കമ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്തുദ്ദേശത്തിലാണ് നീ എന്റെ പുറകെ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. നീ അവനുമായി കമ്മിറ്റ് ആയെന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടത്തിന് മാറ്റം വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റേതൊരു വൺ സൈഡ് ലവ് ആയിട്ട് അവിടെ നിന്നോട്ടെ. പിന്നെ ഞാനായിട്ട് നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഒരു ഗുഡ് മോർണിംഗ്, ഒരു ഗുഡ് നൈറ്റ്, പിന്നെ മഴ ഉണ്ടെങ്കിൽ ഒരു ഹാപ്പി റെയിനി ഡേ. ഇത്രയും മെസ്സേജല്ലേ ഞാൻ അയക്കാറുള്ളൂ. അതിനാണെങ്കിൽ നീ റിപ്ലൈയും തരാറില്ല. എനിക്ക് നിന്നെയും നീ പറയണത് മനസ്സിലാവാത്തയാണോ അതോ എനിക്ക് മനസ്സിലാവാതെ ഇരിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും പറയണാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മനോജെ, ഐ എം നോട്ട് സിംഗിൾ എനിമോർ. ഓ പിന്നെ ഈ ലോകത്തുള്ള എല്ലാ ലവ് സ്റ്റോറീസും സക്സസ് ഒന്നുമല്ലല്ലോ. പകുതി മുക്കാലും തേച്ചൊട്ടയോ തേഞ്ഞൊട്ടയോ തീരാറുണ്ട്. അതിന് അല്ല, അതിനിപ്പോ ഒന്നുമില്ല. നീ ഇപ്പൊ സിംഗിൾ അല്ലേലും നിനക്കൊരു തേപ്പ് കിട്ടി ബ്രേക്കപ്പ് ആയാൽ നീ സിംഗിൾ ആവുമല്ലോ. സോ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇത്തിരി പ്രതീക്ഷ വെക്കുന്നതിൽ എന്താണ് തെറ്റി? എണീറ്റ് പോണോ മൈരെ? ഫ്രണ്ട് ജ്യൂസ് കുടിക്കാം. അറം പറ്റിപ്പോവാനായിട്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം തേച്ചു പോയില്ല, ബ്രേക്കപ്പ്. എന്റെ ഡാഡി ഒരു ട്രെയിൻ നീ ആ പാട്ട് എന്താ പ്രശ്നം? എനിക്കറിയാൻ പാടില്ല. ആ ചെക്കൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ. അല്ലടോ, ഇതിപ്പോ കഴിഞ്ഞിട്ട് ഒരു 5-6 മാസമായി കാണൂലേ? പിന്നെ അതിനുശേഷം താനാണെങ്കിൽ വേറെ റിലേഷനോട്ട് ആയിട്ടുമില്ല. മനോജാണെങ്കിൽ ആ സംഭവത്തിന് മെസ്സേജ് പോലും അയച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മ ഇതിനൊക്കെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കണേ, വെറുതെ സമയം കളയാന്നല്ലാതെ വേറെ യൂസ് ഒന്നും ഇല്ലല്ലോ. അല്ല, നമ്മളിങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ചികിത്സിക്കെടുക്കുന്ന സമയം ഉണ്ടെങ്കിലേ പുതിയ കാര്യങ്ങൾ എന്തോരം പാകി എടുക്കാന്നറിയോ? എന്താന്ന്? അല്ല, ബേസിക്കലി നിനക്ക് അവനെ അറിയാലോ. ഒന്നുമില്ലെങ്കിലും ആ വൈശാനക്കാട് മുന്നേ നിന്നെ ഇഷ്ടപ്പെട്ടവനല്ലേ ഇവൻ. കോളേജ് ടൈം തൊട്ട് തുടങ്ങിയതാണ് മനോജിന്റെ പുറകെയുള്ള നടപ്പ്. ആ നടപ്പ് നീ വേറെ റിലേഷനിലായിട്ട് അവൻ പിന്നെ തുടർന്നു. അതിന് മോശം പരിയാണെങ്കിലും അവനാ കാണിച്ചത് അവനെ നീ അത്രയും വാല്യുള്ള ഒരാളായത് കൊണ്ടാണെന്ന് വിശ്വസിക്കാണ് എനിക്കിഷ്ടം. പിന്നെ ആ വൈശാഖ് അവൻ നിന്റെ ലൈഫിൽ നിന്ന് പോയെന്ന് കരുതി നിനക്ക് വേറെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നല്ലൊരു മൂഞ്ചിയ ടോക്സിക് റിലേഷൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയ പോലെ. ഞാനിപ്പോ ഇതിൽ എന്ത് പറയാനാണ്? നീയല്ലേ പറയേണ്ടത്. എടോ, ഞാൻ പ്രേമിക്കാനൊന്നല്ല പറയുന്നത്. കുറെ കാലോട്ട് അറിയാവുന്നവരുടെ കൂടിയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ എന്തൊരു മിസ്സിംഗ് ഉണ്ട്. നീ ആ വൈശാഖിനോട് കളയുന്ന സമയത്തിന് 4 സമയം മതിയല്ലോ നിനക്ക് അവനായിട്ടൊന്ന് സംസാരിക്കാൻ. ഓക്കെ ജൂഡേ, ഇനി ഞാനായിട്ട് സംസാരിച്ചില്ലെന്ന് വേണ്ട. ഞാനിന്ന് ഓഫീസിൽ നിന്ന് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങും. നീ മനോജിനെ കൂട്ടി ഇങ്ങോട്ട് വാ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇന്നാ? അതെ, എന്താ എന്തെങ്കിലും തിരക്കുണ്ടോ? ഇല്ല, വേറെ തിരക്കൊന്നുമില്ല. നിനക്കെന്റെ ഓഫീസർ ഇല്ലേ? എനിക്കറിയാം, മനോജിനറിയാം. ആ, എന്നാ വൈകുന്നേരം 2 പേരും കൂടി ഇങ്ങോട്ട് വാ. ആ കാര്യം ഞാൻ എത്തി. ഞങ്ങൾ ഇന്ന് തന്നെ ഒന്ന് കാണോട്ടാ. ഞാൻ ഈ കാര്യം ഒന്ന് അവനോട് പറയട്ടെ, വിളിക്കാവേ. ഓക്കെ. ഈ ക്യാരംസ് എന്ന് പറഞ്ഞാലേ വായ്ത്താളടിയല്ല, അതിന് കുറച്ച് സ്കില്ല് വേണം. വിജയം! എന്താണിത്? ആ, ഞാൻ കളി ജയിച്ചപ്പോ ഒരു ആവേശത്തിന്. എന്താടത്? എടാ, അത് പ്രശോഭിന്റെ ആണ്. അവന് സിനിമ അഭിനയത്തിന്റെ ഓർമ്മ കമ്പിപ്പണിയുണ്ടോ? എടാ, അവൻ ഇടക്കിടക്ക് ഫിക്സ് വരൂലേ. അപ്പൊ എപ്പോഴാ ആവശ്യം പറയുന്ന അറിയാൻ പാടാത്തോണ്ട് ബെഡിന്റെ അടിയിലും തലാണയുടെ ഇടയിലൊക്കെ ആയിട്ട് എന്തിലൊക്കെ കാണും. ആ, കൊള്ളാം. മനുഷ്യനെ കൊല്ലിക്കാനായിട്ട് ആ ബോർഡിലെങ്ങനെ വീണായിരുന്നല്ലോ. ആ ബോർഡിൽ അങ്ങനെ വേണമെങ്കിൽ മോന്തടിക്കാൻ പൊളിച്ചാൽ നീ എടുത്ത് വെച്ചേ.
അല്ലാതെ ഈ പ്രശോഭിനെ അഭിനയിക്കാൻ നമുക്ക് വല്ലതും കിട്ടണ്ട. അവന് വല്ല പണിക്കുമ്പോ കൂടെ അവൻ ഡിഗ്രി ആയി കഴിഞ്ഞല്ലേ അവന് ഈ PSC ഒക്കെ എഴുതി സർക്കാർ ജോലിക്ക് അപ്ലൈ ചെയ്ത് സുഖു ഏതേലും ഒരുത്തന്നെ എന്തേലും ഒരു പാഷൻ ഫോൺ എടുക്കുമ്പോ അത് നോക്കി പുച്ഛിക്കണം. വാട്സപ്പ് അമ്മാവനെ പോലെ ആവല്ലേ തന്നെ. പാഷന്റെ കൂടെ പണിക്കുമ്പോ കൂടെ ചോദിച്ചോളൂ. അയ്യോ ഇത് ആരീ പറഞ്ഞേ? എന്നിട്ട് താനെന്താ പണിക്ക് പോകാത്ത? എനിക്ക് അങ്ങനെ പാഷൻ ഒന്നുമില്ലല്ലോ. സുഖു നിർത്തിയേ, ഞങ്ങളുടെ ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട് എനിക്കും മനോജിനും. പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രം തമ്മിൽ രാജെന്ന് ചർച്ചയല്ലെന്ന് പോയടപ്പൊന്ന്. എടാ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എടാ നീ എന്തിനാണ് ഇപ്പൊ അതൊക്കെ പറയണത്? ആ മൈൻഡിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെയൊക്കെ വിളിച്ചോട്ട് ഇതൊക്കെ കളിച്ചു വിട്ടിരിക്കണം. അല്ലാതെ എന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ അറിയാൻ പാടില്ല. എടാ രണ്ടു പോയി കിടന്നേ, ഞാനുണ്ട്. എന്താടാ കുറെ നാളായല്ല മച്ചാത്തിനെ മനസ്സിൽ പ്രതിഷേധിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇരിപ്പാത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. എടാ ഇത് കഴിഞ്ഞതല്ലേ? എടാ ഇല്ലടാ, ഇവന്റെ ഇരിപ്പാണ്ട് ഒരു മാസമായി ഞാൻ ഇതിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. അല്ലടാ നിനക്കൊരു മടുപ്പ് തോന്നുന്നു. എനിക്കാ? നിനക്കല്ല മനോജിനി. ആ അതെ. പിന്നെ വേറൊരു കാര്യം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവള് ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും അതെ, മെസ്സേജ് ചെയ്യുമ്പോഴാണെങ്കിലും അതെ. ഇവൻ അവളുടെ കാലത്ത് മുടിഞ്ഞ കയറി കാണുന്നു. ഇവന്റെ ദിവ്യപ്രേമത്തിന്റെ ആത്മാർത്ഥത മുടിഞ്ഞ സീനാന്നൊക്കെ ഞാൻ വരുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട്. ഏയ് അവൻ ആത്മാർത്ഥയില്ലാന്നും താൻ പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് കക്കുസി കയറി ഇൻസ്റ്റാഗ്രാമിൽ അവളുടെ ഫോട്ടോ നോക്കി സെന്റ് അടിച്ചിരിക്കണ കാണാറുണ്ട്. അത് നീ എങ്ങനെയുണ്ട്? അത് ശരിയാണല്ല, നീ എങ്ങനെ ഉണ്ട്? എടാ അന്ന് നിങ്ങളാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവൻ അവളുടെ പേരും പറഞ്ഞ എന്തൊക്കെയോ പിച്ചുമ്പേയും പറഞ്ഞ കക്കൂസി കയറിപ്പോയി. ഒരു മണിക്കൂറായിട്ടും കാണാണ്ടായപ്പോ ഇവൻ വല്ല കടുങ്കൈ ചെയ്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി വയ്ക്കുകയാണ്. കടുങ്കയ്യ കക്കൂസില? സത്യം പറയടാ, നീ സീൻ പിടിക്കാൻ വന്നല്ലേ? ഇന്നിപ്പോ ഏടാ നിന്റെ ലഗാൻ കയറിട്ടാണോ എനിക്ക് കിടന്നുറങ്ങാൻ? നിർത്തിയടാ, അവന്റെ ഒരു ലെഗാനുണ്ടെങ്കിലും. ഓരോ അപരാധങ്ങൾ ഞാൻ മനോജെ, നിന്റെ തല്ലപരം നന്നായോണ്ടാന്ന് തോന്നുന്നു അപ്പോഴാണ് അവളെയും വിട്ടിട്ട് പോയത്. എല്ലാ സമയത്തേക്ക് ഒട്ടാൻ നോക്ക്. അതിന് ഇവിടെ ഗപ്പി അപ്പിട്ട് നോക്കിയിട്ട് കാര്യമില്ല. എടാ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? പറഞ്ഞും പിടിച്ച് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നീ ആയിട്ടുള്ള ഓഫീസിൽ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അവളിനെ കാണാന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാറിന്റെ തീരുമാനം? ഇന്നാ ആ 3 മണിക്കാ? ആ എന്നെ കാണാന്നാ? പിന്നെ എന്നെ കർത്താവേ ഡേറ്റിങ്. എന്റെ പൊന്നു ചൂടതൊക്കെ ഉള്ളതാണ്. മിണ്ടല്ലേ, നീ അധികം പാടല്ലേട്ടാ. എടാ ഇന്ന് 3 മണിക്ക് എന്നെ കാണാന്ന് അവൾക്ക് എന്നെ ഇഷ്ടോടാ. എടാ ഊളെ, നിന്നെ ഇച്ചോണെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ പറ്റി തള്ളി പൊക്കി കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവള് നിന്നെ കാണാന്നും പറഞ്ഞിട്ടുണ്ട്. ബാക്കി തള്ളി നീ അവിടെ പോയി തള്ളു. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇഷ്ടമെന്ന് പറയിപ്പിക്കാനും നോക്ക്. പറ്റോ? പോകോ? വന്നണ്ട നീ.